നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയിലേക്ക് പോകേണ്ടതുണ്ട്. ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ്. അല്പം തീയൊക്കെ തിന്നെങ്കിലും നമ്മളടക്കം പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് ആ മലപ്പുറത്ത് നിന്ന് കാണാതായ ആ പെൺകുട്ടികളെ പൂനെയിൽ സുരക്ഷിതരായിട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉടൻ കെയർ ഹോമിലേക്ക് മാറ്റും. താനൂർ പോലീസ് കുട്ടികളെ നാട്ടിലെത്തിക്കും. താനൂർ പോലീസ് അല്പസമയത്തിനുള്ളിൽ 8:30 മുംബൈയിലെത്തും. അതിനുശേഷം പൂനെയിലേക്ക് പോയി കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരും. ഇതിൽ ഈ പെൺകുട്ടികളിൽ ഒരാളുടെ പിതാവ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ടെൻഷൻ മാറിയോ? ടെൻഷൻ മാറി. നമ്മളെ മക്കള് നമ്മളെ കയ്യിൽ തിരിച്ചെത്തിച്ചവരെന്ന് പോലീസ് പറഞ്ഞ വാക്ക് അവർ പാലിക്കുകയാണ്. അതെ, ഒരുപാട് നന്ദിയുണ്ട്. ഇതിൽ എല്ലാവരും പ്രയത്നിച്ചതിന് നന്ദിയുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ അസോസിയേഷൻകാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ തന്നെ നമുക്കൊരു സൂചന കിട്ടി. ഈ കുട്ടികൾ എന്തായാലും അപകടത്തിലൊന്നും പെട്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ മറ്റേ രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛനുമായിട്ട് ഇന്നലെ രാത്രി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും ഈ രാത്രി പുലരുന്നതിന് മുമ്പ് നമ്മൾ കുട്ടികളെ കണ്ടെത്തും എന്ന് പറഞ്ഞു. എന്തായാലും അത് സാധിച്ചു. അപ്പോൾ ഈ കുട്ടികളുടെ കയ്യിൽ ഈ പൈസയൊക്കെ വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അല്പം ടെൻഷൻ അടിച്ചത്. ഈ പൈസ എങ്ങനെ വന്നു എന്ന് വല്ല പിടിയുണ്ടോ? അവർ ഇവിടുന്ന് പോകുമ്പോൾ കയ്യിൽ പൈസ ഒന്നുമില്ല. അവർ ആഭരണം എന്തോന്ന് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നണത്. അവർ മോതിരം അങ്ങനെ എന്തോന്ന് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നണത്. മോളുടെ കയ്യിൽ മോതിരം ഉണ്ടായിരുന്നു അല്ലേ? മോതിരം ഉണ്ടായിരുന്നു. മോള് ആഭരണം എന്തൊക്കെ ഉണ്ടായിരുന്നു അവളെ കയ്യിൽ. ഈ വരയ്ക്കോ ഫോട്ടോ ഫ്രെയിമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയോ കലാപരിപാടികളും ഒക്കെ ഉള്ള മിടുക്കിയ കുട്ടിയാണെന്ന് കേട്ടു. ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്യുന്ന ആളാണ് അവളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്ത് കൊടുക്കുള്ളൂ. എപ്പോഴെങ്കിലും വാപ്പയെടുത്ത് പറഞ്ഞിട്ടുണ്ടോ നാടൊക്കെ ഒന്ന് കാണാൻ പോകണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം, യാത്രയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നോ മോള്? അവള് ടൂർ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. വാപ്പയോടൊന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകാത്തോണ്ടാണോ ഇനി ഇറങ്ങിപ്പോയത്? സ്ട്രൈറ്റ് ചെയ്യാൻ ചെയ്യിക്കുക, പിരിക ത്രെഡ് ചെയ്യുക. അല്ല, ഞങ്ങൾ പോക്കൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയുക, അവരിഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ചിലപ്പോൾ നമ്മൾ പോയിട്ടില്ലെങ്കിലായിരിക്കും അവർക്ക് തോന്നൽ വന്നിട്ടുണ്ടാവുക. മനസ്സിലായി. എന്താണ് അങ്ങ് ചെയ്യുന്നത്? എന്താണ് ജോലി? എന്താണ്? എനിക്ക് ബേക്കറി സപ്ലൈ ആണ്. പിന്നെ ഒരു ഓട്ടോ ഡ്രൈവറും കൂടിയാണ്. ഓ ശരി. അപ്പം ഒരുപക്ഷെ കുട്ടികൾ ഒന്ന് നാട് കാണാൻ വേണ്ടി പോയതാവാം. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, അതിനകത്തൊരു ക്ലാരിറ്റി അങ്ങ് വരുത്തിയാൽ നന്നായിരിക്കും. വീട്ടിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ചെറിയ പിണക്കം എന്തോ ഉണ്ടായി, എന്തെങ്കിലും കാര്യത്തിൽ വഴക്ക് പറയുമോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? അത് അവൾ ഈ മുടി സ്ട്രൈക്കാൻ ചെയ്യിക്കാനൊക്കെ എന്നോട് ചോദിക്കും. പിന്നെ ജീൻസ് പാൻറ്, പിന്നെ എന്താ പിരിക ത്രെഡ് ചെയ്യുക, അതിനൊക്കെ അവൾ ചോദിക്കുമ്പോൾ ഞാൻ അതിന് സമ്മതം കൊടുക്കാറില്ല. ഇപ്പോൾ അവർ പോയിട്ടും അവൾ ആ കാര്യമാണ്, അവൾ ഉദ്ദേശിച്ച കാര്യമാണ് അവൾ ചെയ്തത്. ആ ഒരു കാര്യത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒരു വിഷമം വന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും ഈ അടുത്ത ദിവസങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംസാരം വല്ലതും ഉണ്ടായോ വീട്ടിൽ? ഇല്ല. അപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, പിന്നെ മുടി ഞാൻ പിന്നെ കട്ട് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. പഠിക്കുന്ന കുട്ടിയായിരുന്നില്ലേ മോള്? നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ? പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ എന്തായാലും ആദ്യം ഈ വാർത്ത വന്നപ്പോൾ നമ്മളെല്ലാവരും ഭയന്നുപോയി. ഈ റഹീം അസ്ലാം എന്ന് പറയുന്ന ആളെക്കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനൊരു കക്ഷിയുടെ പേര് കേട്ടു? ഇല്ല, കേട്ടിട്ടില്ല. ഇപ്പോഴോ പിന്നെ പോലീസുകാർ പറഞ്ഞപ്പോഴാണ് അവർ ഫോണിലൊക്കെ ഒരു കോള് വന്ന്, രണ്ടാൾ ഫോണിലൊക്കെ ഒരാളാണ് വിളിച്ചിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു അറിവേ നമുക്കുള്ളൂ. എന്തായാലും ഭയക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. അവരൊരു കൗതുകത്തിൻ്റെ പുറത്ത് ഇറങ്ങിപ്പോയതായിരിക്കാം ഒരു പക്ഷേ എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ആ ദൃശ്യങ്ങളും മലയാളി അസോസിയേഷൻകാരുടെ ഒരു ജാഗ്രതയൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ പിന്നെ ചെന്നൈയിലേക്ക് പോകാനാണ് ടിക്കറ്റ് എടുത്തതെന്ന് തോന്നുന്നു. ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടോ ട്രെയിനിലൊക്കെ കയറി ഈ കുട്ടികൾ? അത് ഞങ്ങൾ ചെന്നൈയിൽ കുടുംബമുണ്ട്, അവിടേക്ക് പോവാറുണ്ട്. ഓ, ചെന്നൈയിൽ കുടുംബമുണ്ട്, അങ്ങോട്ട് പോയിട്ടുണ്ട് അല്ലേ? അങ്ങോട്ട് മുമ്പ് പോയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെ തീവണ്ടി യാത്രയൊക്കെ മോക്ക് ഇഷ്ടമാണ്? ഇഷ്ടമാണ്. അത് തീവണ്ടി യാത്രക്ക് ഇഷ്ടമാണ്. അവൾ ഉമ്മയും അല്ലാതെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് കുട്ടി. ഒരുപക്ഷെ അതും കൂടി ഒരു കാരണമായേക്കാം. എത്ര കുട്ടികളാണ് ഉള്ളത് താങ്കൾക്ക്? എനിക്ക് 4 ആളാണ്. മൂത്ത മകളാണിത്. ഇത് മൂത്ത മകളാണ്. ഉമ്മയൊക്കെ വല്ലാതെ ടെൻഷൻ അടിച്ച് കാണുമല്ലോ അല്ലേ? അതെ, ടെൻഷൻ തന്നെയായിരുന്നു. ഇന്നലെ രാത്രി 2 മണി വരെ പിന്നെ പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്, മക്കളെ സുരക്ഷിതമായിട്ട് നിങ്ങളെ ഏൽപ്പിക്കും, ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. കേരള പോലീസ് സുരക്ഷിതരാണ്. അവർ ഞങ്ങളെ ഇന്ന് രാവിലെ വിളിച്ചു, വീട്ടിൽ വിളിച്ച് സംസാരിച്ച മോളുമായിട്ട് പ്രയത്നിച്ചുകൊണ്ട്. ഇന്നലെ രാത്രി തന്നെ ഡിവൈസ് സാറ് പിന്നെ അവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്തെന്ന് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച്. കുഴപ്പമൊന്നുമില്ല. മലയാള സമാജം, മുസ്ലിം അസോസിയേഷൻ
ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്. അപ്പോൾ പോലീസുകാർ ഇവിടുന്ന് വരുന്നുണ്ട്, രാവിലെ അവിടെ എത്തും, അവരെ കൂടെ തിരിച്ചു പോരാൻ പറഞ്ഞിട്ടുണ്ട്. മോക്ക് ചിലപ്പോൾ ഇച്ചിരി ടെൻഷൻ കാണും, തിരിച്ചു വരുമ്പോൾ വാപ്പ ചീത്ത പറയുമോ അടിക്കുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടാവും. എന്തായാലും അതൊന്നും ചെയ്യണ്ട, പാവം കുട്ടികളല്ലേ, ഇച്ചിരി ടെൻഷൻ അടിപ്പിച്ചെങ്കിലും ഇല്ല 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 ഇല്ല. സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ വിളിച്ച് വരുത്തുക. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചാൽ മതി, യാത്രയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ മതി. കാര്യം 16 വയസ്സല്ലേ ഉള്ളൂ, കുട്ടിയുടെ മനസ്സ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവണമെന്നില്ല. വല്ലാതെ ടെൻഷൻ അടിച്ചോ. ഞങ്ങളെ ഇന്ന് രാവിലെ വിളിച്ചു ഈ കുട്ടികൾ രണ്ടുപേരും. വിളിച്ചിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു, ഞങ്ങൾ സുരക്ഷിതരാണല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ വാർത്ത വീണ്ടും കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മിടിക്കാണ്, നല്ല ധൈര്യമൊക്കെ ഉണ്ടല്ലേ. നമ്മളെ മക്കള് അങ്ങനെ പോയത് കൊണ്ട് നമ്മള് അവര് നമ്മളിവിടെ തീറ്റിച്ചും കൊണ്ട് നമ്മളെല്ലാവരും ധരിപ്പിച്ചും കൊണ്ട് അവർ അപ്പീലാണ് അവർ നടക്കുന്നത്. സാർ ഇന്നലെ ഡിവൈസ് സാർ ഒരു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞ് നമ്മളാണ് തീ തിന്നണത്, അവരൊക്കെ നല്ല ഹാപ്പിയിലാണെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് സംഭവിക്കും നമുക്കറിയില്ലായിരുന്നല്ലോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് ടെൻഷൻ വേണ്ട. ഞാൻ ഇന്നലെ രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛനോട് സംസാരിക്കും. നിങ്ങൾ പരിചയക്കാരാണോ ഈ രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛനുമായിട്ട്? വീട്ടിൽ വരാറുണ്ട്, അവർ ഇവിടെ വരാറുള്ള ഇവര് ആളുകളാണ്. ശരിക്കും ആത്മാർത്ഥ സുഹൃത്തുക്കളല്ലേ രണ്ടുപേരും? ചെറുപ്പം തൊട്ട് ആത്മഹത്യ സുഹൃത്തുക്കളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇത്തരം പ്ലാനുകളുണ്ടല്ലോ, നമ്മൾ സാധാരണ വട്ട് പ്ലാനുകൾ എന്നൊക്കെ പറയും. ഈ പിള്ളേർക്ക് തോന്നുന്ന ചില കൗതുകം ഉണ്ടല്ലോ. പണ്ടൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആൾക്കാർ ഒളിച്ചോടിയിട്ടുണ്ടല്ലോ, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി തിരിച്ച് വരും. പക്ഷേ അതൊക്കെ ആൺകുട്ടികളായിരുന്നു എന്നുള്ളതുകൊണ്ട് വലിയ ടെൻഷൻ ആ ഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല. പക്ഷേ ഇപ്പോൾ ആൺകുട്ടി പോയാലും പേടിയാ, പെൺകുട്ടി പോയാലും പേടിയാ. പെൺകുട്ടി പോയാലും പേടിയാണ്. പിന്നെ 2 സുഹൃത്തുക്കൾ പോയതുകൊണ്ട് പിന്നെ പ്രേമം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നമുക്ക് സമാധാനിക്കാം. അതെ അതെ, അത് അങ്ങനൊരു കാര്യം അവരുണ്ട്. 16 വയസ്സായതുകൊണ്ട് മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അവർ കാണാൻ പോയി. പക്ഷേ ഇവർ അത്ഭുതപ്പെട്ടു പോയിട്ടു. ബോംബെയിലെത്തി, എന്നിട്ട് ലോക്കൽ ട്രെയിനിൽ കയറി പനവേലിയിൽ നിന്ന് CST പോയി. അവിടെ എത്തി ഒരു സലൂണിൽ കയറി തലമുടിയൊക്കെ മുറിച്ച് ഹെയർ സ്പാ ഒക്കെ ചെയ്ത്. അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഒരു പ്ലാൻ ഒരു പക്ഷേ ഈ ചെന്നൈയിലൊക്കെ പോയി ഒന്ന് കറങ്ങി വരണം എന്നേ ഉണ്ടായിരുന്നുള്ളായിരിക്കാം. അല്ല, അത് എസ്കേപ്പ് ചെയ്യാന്ന് പറഞ്ഞത് അവർ വിവരം കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് DSP സാറും പിന്നെ അബി സാറൊക്കെ പിന്നെ വിളിച്ചിരുന്നേ, അവിടെ ഈ വിഷ്വലുള്ള സ്ഥലത്തേക്ക് വിളിച്ച്. അപ്പോൾ കുട്ടീനെ അവിടെ കിട്ടിയിരിക്കണം എന്നുള്ള വിവരം കിട്ടിയപ്പോൾ അവരോട് പറഞ്ഞ് ഒന്ന് ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞ്. ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോക്കിനാണ് അവരെന്തോ ഫോൺ സംഭാഷണം അവർ കേട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ കുട്ടികൾ ഇന്നലെ ഈ ലൂസി എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമായിട്ട് ഈ വിവരം പുറത്തുവിടുന്നത് റിപ്പോർട്ടർ ചാനലാണ്, ഈ ലൂസിയുടെ വിവരങ്ങളെ. അപ്പോൾ ലൂസി നമ്മളോട് പറഞ്ഞത്, അതായത് ഈ സലൂണിൻ്റെ ഉടമ മലയാളിയായിരുന്നല്ലോ, അപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിലുള്ളൊരു കുട്ടിയുടെ കല്യാണത്തിന് പോകണം എന്നാണ് ഇവരോട് പറഞ്ഞത്. അത്രയും അങ്ങനൊരു ഇൻസ്റ്റാഗ്രാമിലെ സുഹൃത്തുള്ളതായിട്ടൊന്നും അറിയില്ലല്ലോ അല്ലേ? ആരുടെയെങ്കിലും കല്യാണം ഇല്ല 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 അങ്ങനൊന്നും ഇല്ല. അവർക്ക് ഈ കൂടെ ബാക്കിയുള്ള 3 പേര് പെൺകുട്ടികളാണോ ആൺകുട്ടിയാണോ? ഒരു നിമിഷം, ലൂസി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ തെരച്ചിലിന് വളരെ നിർണായകമായ വിവരങ്ങൾ നൽകിയത് ലൂസിയാണ്. ലൂസി, നമസ്കാരം. ലൂസി മാം, നമസ്കാരം. ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുള്ള കാര്യം ആദ്യമേ തന്നെ പങ്കുവയ്ക്കുന്നു. രാത്രി 2:48 ആകുമ്പോഴേക്കും കുട്ടിയെ കിട്ടി, രണ്ടുപേരെയും. നല്ല കാര്യം. അപ്പോൾ ഇന്നലെ എന്തായാലും ലൂസി മാം നമ്മളുമായിട്ട് പങ്കുവെച്ച കാര്യങ്ങൾ വളരെ നിർണായകമായിരുന്നു. അത് ഒരുപാട് പേര് കേട്ടു, ഒരുപാട് പേര് കണ്ടു, നമ്മളുടെ നമ്പറൊക്കെ കൊടുത്തു. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും സുരക്ഷിതരായി ഇന്നിപ്പോൾ തിരിച്ചെത്തും. അതിലൊരു അപ്പം ചെറിയ ടെൻഷൻ അടിപ്പിച്ചു എന്നാണ്. ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ നമ്മുടെ ഒപ്പം ഉണ്ട്. ഈ എവിടെ ലൂസി മാമിന്റെ നാട്? ഇവിടെ കേരളത്തിലാണോ? അതെ അതെ, ഞങ്ങൾ കേരളത്തിലാണ്. ഹസ്ബൻഡിന്റെ വീട് കോട്ടയം, ഞങ്ങൾ കൊച്ചി. ഓക്കെ. എന്തായാലും ലൂസി മാമിന്റെ കടയും ഹിറ്റായി ഇന്നലെ. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ പങ്കുവെച്ചു എന്നുള്ളതുകൊണ്ട്. അപ്പം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ലൂസി മാം, ഇന്നലെ ഇവര് ഈ മലയാളി മാനേജറായ കുട്ടിയാണല്ലോ ഇവരുമായിട്ട് സംസാരിച്ചത്. ഇവർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് പോകണം എന്നാണ് ഈ കുട്ടികൾ പറഞ്ഞത് അല്ലേ? അതെ അതെ, ആ കുട്ടിയായിട്ട് കൂടുതലൊന്നും സംസാരിച്ചില്ല, ഞാനുമായിട്ടാണ് കൂടുതൽ സംസാരിച്ചത്. ഞാനെപ്പോഴും ഏതെങ്കിലും മലയാളികൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രോബ്ലം ഉണ്ടാകരുത്, മലയാളികൾ വന്നെന്ന് പറഞ്ഞാൽ എങ്ങനെയും ഞാൻ അവിടെ എത്തിയിരിക്കും. അങ്ങനെ നമുക്ക് കൂടുതൽ ഒത്തിരി മലയാളി കസ്റ്റമേഴ്സ് ഉണ്ട്, മോസ്റ്റ്ലി നേഴ്സസ് അങ്ങനെയുള്ള, പിന്നെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഭാഷ അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോ എങ്ങനെ അവരെ കംഫർട്ടബിൾ ആക്കി വിടണം എന്നുള്ള രീതിയിലാണ് ഞാനും കൂടുതൽ സമയം അവരുടെ അടുത്ത് അധികം സമയം സംസാരിച്ചത്. ഇങ്ങനെ ഞാൻ ഈ ഡ്രസ്സ് ഏതായിടുന്നേ, കല്യാണം എങ്ങനെ ചോദിച്ചോ? അപ്പൊ അവരെന്താ പറഞ്ഞ, ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോ? അതോ അവര് പറഞ്ഞു ഇല്ല ജീൻസ് ടോപ്പ് ആയിരുന്നെന്ന്. അപ്പൊ എനിക്കൊരു ചെറിയ സംശയം തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു ജീൻസ് ടോപ്പ് ഇട്ടൊക്കെ കല്യാണോ? അപ്പൊ ഏത് ജാതി അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴാണ് എനിക്കും തോന്നി ഇങ്ങനെ
അപ്പോൾ ഈ ലൂസി മാം ഇവർ വന്ന് എന്തൊക്കെയാണ് ചെയ്തത്? ഹെയർ സ്ട്രൈറ്റൻ ചെയ്തു, ഷോർട്ടൻ ചെയ്തു. ആദ്യമേ മുടി വെട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് മുടിയുടെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു. അവർക്ക് അവരുടെ മുഖത്തിന്റെ ഷേപ്പ്, കല്യാണത്തിന് പോകുമ്പോ ഒരു ചില ഇതായിട്ട് മോഡേൺ ലുക്ക് വേണമെന്നും പറഞ്ഞ. അപ്പൊ തിരിച്ചു വരുമ്പോ വാപ്പ അറിയോ ഈ മോളെ? കണ്ടാ തിരിച്ചറിയാവുന്ന രൂപത്തിലെ കോലത്തിലൊക്കെ ആയിരിക്കും തിരിച്ചു വരിക? വന്ന് പോയതിലും നല്ലതായിട്ടാണ് തിരിച്ചു വരുന്നത്. വാപ്പയ്ക്ക് അതൊന്നും അത്ര ഇഷ്ടമല്ലാതാണ് വാപ്പ നേരത്തെ പറഞ്ഞത് നമ്മുടെ അടുത്ത്. ഓക്കെ ഓക്കെ. പക്ഷെ കുഴപ്പമില്ല, സുന്ദരിയായിട്ട് മോള് തിരിച്ചു വരുന്നു എന്നുള്ള സന്തോഷം ഉണ്ടാവും. താങ്ക് യു ലൂസി മാം. എന്തായാലും ഓക്കെ, താങ്ക് യു. അപ്പോൾ വാപ്പ മോള് തിരിച്ചു വരുമ്പം മുടി അല്പം മുറിച്ചിട്ടുണ്ടാവും, സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട്, ഇത്തിരി ത്രെഡൊക്കെ ചെയ്തിട്ടുണ്ട്. വഴക്ക് പറയരുത്. ആ ആ ആ ഇന്നലെ രാത്രി വീഡിയോ കോളിൽ കണ്ടേ, ഞാൻ പറഞ്ഞു സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അത് നമുക്കൊരു സന്തോഷമായി കാണും. ഈ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞത് അച്ഛൻ കുത്തി പറഞ്ഞതാണെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ല, ഇനി പിള്ളേരെ കിട്ടിയില്ല, അപ്പം നമ്മൾ ഒന്നും പോകരുത്. അതെ, സത്യം കറക്റ്റാ ലൂസി മാം. കുട്ടികളുടെ ഒന്നും നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് എന്തേ കാര്യം? അവരുടെ ഒരു കൗതുകത്തിന് അവർ ചെയ്തു, അവർ പോയി തിരിച്ചു വന്നു, സേഫായി തോന്നും. പക്ഷെ കുഴപ്പമില്ല, അവർ ഇനി വന്നല്ലോ. അതെ, കറക്റ്റ്. താങ്ക് യു മാം, താങ്ക് യു ലൂസി മാം. അപ്പോൾ എന്തായാലും വാപ്പ കുട്ടികളെ കുറ്റമൊന്നും പറയാതിരിക്കുക. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരുമിച്ചൊരു ബോംബെയിലോട്ടൊരു യാത്രയൊക്കെ പോകണം കേട്ടോ. സമയവും സാഹചര്യവും സാമ്പത്തികവും ഒക്കെ അനുവദിക്കുന്ന ഘട്ടത്തിൽ എന്നിട്ട് ഇതൊക്കെ കൊണ്ടൊന്ന് കാണിക്കുക. പോയിട്ടുണ്ട്, ബോംബെയിലൊക്കെ പോയിട്ടുണ്ട്, ബോംബെ ഗുജറാത്തൊക്കെ പോയിട്ടുണ്ട്. ആണോ? ഈ കുട്ടികളെ കൊണ്ട് പോയിട്ടുണ്ടോ നിങ്ങൾ? ഈ മോളെ കൊണ്ട് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അതല്ല, അങ്ങനെ യാത്ര ചെയ്യാൻ ഒരു കൗതുകം. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട് കുട്ടിക്ക്. ചെറുപ്പം കൂടെ അന്ന് അജ്മീറിലൊക്കെ പോകുമ്പോൾ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ ഓക്കെ, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവട്ടെ. എന്തായാലും മറ്റ് കാര്യങ്ങളിലൊന്നും ചെന്ന് കുട്ടി ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപകടകരമായ ഒരു സാഹചര്യത്തിലും കുട്ടി വിട്ടിട്ടില്ല. വളരെ സുരക്ഷിതയായിട്ട് മിടുക്കിയായിട്ട് അവൾ തിരിച്ചു വരും എന്നുള്ളതാണ്. ഒരു കൊട്ടൊക്കെ കഴിഞ്ഞ് ഈ കുട്ടികൾ പ്രായപൂർത്തിയൊക്കെ ആവുന്ന സമയത്ത് വല്ല ടൂറിസവും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ കോഴ്സിനൊക്കെ അയക്കണം, അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടിക്ക്. കേട്ടോ പാപ്പ? ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും ആശ്വസിക്കാം, ധൈര്യമായിട്ടിരിക്കൂ, ടെൻഷനൊന്നും അടിക്കണ്ട. വളരെ സേഫായിട്ട് അവർ വരുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, മനസ്സിലൊക്കെ ദേഷ്യവും വിഷമമൊക്കെ തോന്നും. എല്ലാവരോടും നന്ദിയുണ്ട് ഈ കാര്യത്തിൽ, എല്ലാവരും സുരക്ഷിതമായി എത്തിച്ചതിൽ. എല്ലാവരും ഉണ്ട്. നമ്മളടക്കം ഇന്നലെ രാത്രി ഉറക്കമുളച്ചിരുന്നാണ് ഈ പരിപാടി. പോലീസിനും എല്ലാ മീഡിയക്കും ഒരുപാട് ആളുകൾ, ഒരുപാട് നമ്മളെ മലയാളികൾ ഒരുപാട് ഇതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഊണും ഉറക്കമൊക്കെ നമ്മളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ മക്കളെ കണ്ടെത്താനേ പ്രത്യേകിച്ച് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. കേരള പോലീസിനും പിന്നെ ഡിവൈഎസ്പിയും എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദിയുണ്ട്. ഒരു കേടില്ലാതെ തിരിച്ചെത്തിച്ചത്. താങ്ക് യു. ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ഒരു കേടില്ലാതെ കിട്ടിയത്. അതെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ സന്തോഷമായിട്ട് ഉമ്മ എടുത്ത് പറഞ്ഞോളൂ. ബാക്കി എനിക്കൊന്ന് സഹോദരങ്ങൾ ഇച്ചിരി ടെൻഷനിലായിരുന്നിരിക്കണം അല്ലേ? അതെ. താങ്ക് യു. അപ്പോൾ എന്തായാലും കുട്ടികൾ വൈകുന്നേരത്തോടു കൂടി തിരിച്ചെത്തും. നമ്മളോടൊപ്പം ഈ കുട്ടികളിൽ ഒരാളുടെ പിതാവാണ് സംസാരിച്ചത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, കുട്ടികൾക്ക് താല്പര്യം യാത്രയൊക്കെ ചെയ്യാൻ. അങ്ങനെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് വീണ്ടും അടുത്ത യാത്രയെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലൊരു താല്പര്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇവരൊക്കെ യാത്ര ചെയ്ത കുട്ടികളാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഒന്ന് നാടൊക്കെ കാണാൻ പോകണം, തിരിച്ചു വരണമെന്ന് കുട്ടികളുടെ മനസ്സല്ലേ, അതിങ്ങനെ പാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ സാഹചര്യം മോശമായതുകൊണ്ടാണ് നമുക്കൊരു ടെൻഷൻ ഉണ്ടായത്. എന്തായാലും സുരക്ഷിതരായിട്ട് ആ കുട്ടികളെത്തി. കാര്യം പ്ലാൻഡ് ആയിട്ടല്ലല്ലോ പോകുന്നത്. എവിടെ താമസിക്കുന്ന സ്ഥലങ്ങൾ സുരക്ഷിതമാവണം, യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ സുരക്ഷിതമാവണം. പലരും അവരെ പല രീതിയിൽ പ്രലോഭിപ്പിക്കാം. തീവണ്ടി യാത്രകൾക്കിടയിൽ തന്നെ സുരക്ഷിതമല്ലാത്ത എത്രയോ സാഹചര്യങ്ങളുണ്ടാവാം. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രായപൂർത്തിയാവാത്തത് കൊണ്ടൊരു ടെൻഷൻ മാത്രം. അതല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ 18 വയസ്സ് കഴിഞ്ഞാൽ ദീർഘയാത്രകളൊക്കെ ചെയ്യണം. ഒരുപാട് ഹിമാലയത്തിലേക്ക് പോവുക, മറ്റ് നാടുകളിലേക്കൊക്കെ പോവുക. ഇങ്ങനെ നാട് കാണാൻ പോകുന്ന ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. പക്ഷേ ഉത്തരവാദിത്വത്തോടു കൂടി വീട്ടുകാരെ പറഞ്ഞ് തീറ്റിക്കാതെ പോകണം എന്ന് മാത്രം. സുരക്ഷിതമായിട്ട് പോകണം.